പ്രണയം ചെകുത്താനെ പോലും സുന്ദരനാക്കുന്ന മനോഹരമായ വികാരം. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് വിചിത്രമായ ഒരു പ്രണയത്തിൻ്റെ കഥയാണ്. പ്രണയിക്കുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മരിച്ചാലും നിന്നെ ഞാൻ മറക്കില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങ് അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന സ്ഥലത്ത് 1930 കെ വെസ്റ്റ് എന്ന പ്രദേശത്തുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് മറൈൻ ഹോസ്പിറ്റലിൽ എക്സ്റേ ടെക്നീഷ്യനായി ജോലിയെടുത്ത കാൾ ടെൻസ്ലറാണ് ഈ കാമുകൻ. അവിടെ ആ പരിശോധനാ മുറിയിൽ വെച്ചാണ് ടെൻസ്ലർ മരിയ എലോന ഹൊയോസ് എന്ന ക്യൂബൻ സുന്ദരിയെ ആദ്യമായി കാണുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ കാര്യം. ആള് വീണു. ഈ ലോകത്തേക്ക് തനിക്ക് വേണ്ടി മാത്രം ഇറങ്ങി വന്ന പെൺകുട്ടിയാണ് അവളെന്ന് അദ്ദേഹത്തിന് തോന്നി. അവളെ അയാൾ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ എക്സ്റേ പരിശോധനാ ഫലം വന്നതും അയാളുടെ സന്തോഷം പ്രാണസങ്കടമായി വഴിമാറി. കടുത്ത ക്ഷയം അവളുടെ ശ്വാസകോശത്തെ ബാധിച്ചിരുന്നു. ക്ഷയത്തിന് ചികിത്സയില്ലാത്ത കാലമാണ് എന്നോർക്കുക. അന്നൊക്കെ ക്ഷയം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കഷ്ടി 1-2 കൊല്ലം മരണം മുന്നിൽ കണ്ടു വേണം ജീവിക്കാൻ. പക്ഷേ അതൊന്നും തന്നെ ടെൻസ്ലറെ പിന്നോട്ടടിച്ചില്ല. ആ ആശുപത്രിയിൽ എലേന ചികിത്സ തുടരുന്നതിനിടെ അയാൾ അവളുമായി അടുക്കാൻ ശ്രമിച്ചു. 55 വയസ്സ് പ്രായമുണ്ടെങ്കിലും പ്രണയം അയാളെ ഒരു ചെറുപ്പക്കാരനാക്കി. അവളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി അയാൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എലേന ആശുപത്രിയിൽ ചികിത്സ തുടർന്ന 1 വർഷം ടെൻസ്ലർ അവളെ പ്രണയപുരസ്സരം പരിചരിച്ചു. ഒടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അയാൾ അവളെ ഒരു മൗസോളിയത്തിൽ അടക്കി. മൗസോളിയം എന്നത് അക്കാലത്ത് മൃതദേഹങ്ങൾ അടക്കുന്ന ലക്ഷറീസ് ആയിട്ടുള്ള സംവിധാനമാണ്. അടക്കുന്ന സ്ഥലം ഒരു കുഞ്ഞു കെട്ടിടം കൊണ്ട് മറഞ്ഞിരിക്കും. അതിൻ്റെ താക്കോൽ ടെൻസ്ലറെ കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കാര്യം പക്ഷേ എലേനയുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. എലേനയുടെ മരണശേഷവും പക്ഷേ ടെൻസ്ലർ പ്രണയത്തിൽ നിന്നും ഒട്ടും പുറകോട്ട് പോയില്ല. അയാൾ ദിവസവും ആ ജോലി കഴിഞ്ഞുള്ള സമയം ആ മൗസോളിയത്തിൽ ചെന്നിരിക്കുമായിരുന്നു. അവിടെ ഗിറ്റാറ് മീട്ടിയിരുന്നു കൊണ്ട് അയാൾ അവൾക്കിഷ്ടമുള്ള സ്പാനിഷ് പ്രണയഗീതങ്ങൾ ആലപിക്കുമായിരുന്നു. എലേന മരിച്ചുവെങ്കിലും അവളുടെ ആത്മാവ് തന്നെ വിട്ട് പോയിട്ടില്ല എന്ന് ടെൻസ്ലർ വിശ്വസിച്ചു. 2 വർഷം ഈ പതിവ് തുടർന്ന ശേഷം ഒരു ദിവസം അവളില്ലാതെ ജീവിക്കാൻ വയ്യ എന്ന ഉൾവിളി അയാൾക്കുണ്ടാകുന്നു. ഒരു ദിവസം ആരുമറിയാതെ അയാൾ ആ ജഡം തൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു. എന്തിനാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു, എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ എന്ന്. അതുകൊണ്ടാണ് താനത് ചെയ്തത് എന്നായിരുന്നു മറുപടി. അതിനുശേഷം ഏകദേശം 7 വർഷത്തോളം ടെൻസ്ലർ ജീവിച്ചത് തൻ്റെ കാമുകിയുടെ മൃതദേഹത്തോടൊപ്പമായിരുന്നു. ആ മൃതദേഹം കുറേയൊക്കെ അഴുകിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അയാൾ ദുർഗന്ധം ശമിക്കാൻ ജഡത്തെ സുഗന്ധദ്രവ്യങ്ങളാൽ അഭിഷേകം ചെയ്തു. എല്ലിൻ കൂടിനുള്ളിൽ തുണികൾ അമർത്തി തിരികെ തുടങ്ങി. എല്ലുകൾ കൂട്ടിക്കെട്ടിവെച്ചു. അവളുടെ ത്വക്ക് മെഴുകും പ്ലാസ്റ്ററും കൊണ്ട് സുരക്ഷിതമാക്കി. എന്നിട്ട് അവൾക്ക് അവളുടെ തന്നെ ഒരു കുപ്പായം ഇട്ടുകൊടുത്തു. അതിനോട് ഇടപഴകി. മാനസിക വിഭ്രാന്തിയുടെ പരമകാഷ്ഠയാൽ അയാൾ എലേനയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ശൂന്യാകാശത്തിലൂടെ ടൈം ട്രാവൽ നടത്താൻ വേണ്ടി ഒരു എയർഷിപ്പ് വരെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അധികകാലം ഈ വിചിത്രമായ പരിപാടി തുടങ്ങാൻ ടെൻസ്ലർക്ക് സാധിച്ചില്ല. അയാളുടെ പ്രവൃത്തികളിൽ സംശയം തോന്നിയ എലേനയുടെ സഹോദരി ഫ്ലോറിഡ ടെൻസ്ലറുടെ വീട് പരിശോധിക്കുകയും അവിടെ നടന്ന അതിക്രമങ്ങളെല്ലാം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. കുഴിമാടത്തിൽ നിന്നും മൃതദേഹം മോഷ്ടിച്ച കുറ്റത്തിന് ടെൻസ്ലർ അറസ്റ്റിലായി. പക്ഷേ അയാൾ ചെയ്ത കുറ്റത്തിന് ശിക്ഷ നൽകാനുള്ള കാലപരിധി അവസാനിച്ചിരുന്നതിനാൽ അന്നത്തെ നിയമം അയാളെ വെറുതെ വിട്ടു. എലേനയുടെ മൃതദേഹം ആയിരക്കണക്കിന് പേർ സംബന്ധിച്ച ഒരു പൊതുദർശനത്തിനൊടുവിൽ വീണ്ടും മറവ് ചെയ്തു. ഇത്തവണ ടെൻസ്ലർക്ക് അറിയാത്തൊരിടത്താണ് ആ മൃതദേഹം മറവ് ചെയ്തത്. കോടതിയിലെ നടപടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ടെൻസ്ലർ വീണ്ടും ആ മൃതദേഹം ചോദിച്ചുകൊണ്ട് എലേനയുടെ ബന്ധുക്കളെ തേടിയെത്തിയെങ്കിലും അവർ അയാളെ ആട്ടി ഓടിച്ചു. ആ സംഭവങ്ങളൊക്കെ നടന്ന് 10-12 വർഷം കൂടി കഴിഞ്ഞാണ് ടെൻസ്ലർ മരിക്കുന്നത്. സ്വന്തം വീട്ടിലെ കിടക്കയിൽ മരിച്ചു കിടന്ന ടെൻസ്ലറുടെ തൊട്ടടുത്ത്
അയാളുടെ അവസാനത്തെ സൃഷ്ടിയും കിടപ്പുണ്ടായിരുന്നു. പ്ലാസ്റ്റോ പാരീസിൽ തീർത്ത കാണാൻ എലേനയെപ്പോലെ തോന്നുന്ന ഒരു പാവ. പ്രണയത്തിൻ്റെ അതിതീവ്രമായ ഒരു ഭാവമാണ് ടെൻസ്ലറും എലേനയും തമ്മിലുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.